രഞ്ജി ട്രോഫിയിൽ കേരളത്തിന്റെ സെമി പ്രവേശനം 299 റൺസ് അകലെയാണ്. 398 റൺസ് വിജയലക്ഷ്യവുമായിട്ടാണ് കേരളം രണ്ടാം ഇന്നിംഗ്സ് ആരംഭിച്ചത്. നാലാം ദിനം കളി നിർത്തുമ്പോൾ 2 വിക്കറ്റ് നഷ്ടത്തിൽ കേരളം 100 റൺസ് നേടിയിട്ടുണ്ട്. നാളെ 5-ാം ദിനത്തിൽ 8 വിക്കറ്റ് കയ്യിലിരിക്കെ കേരളം പ്രതീക്ഷയോടെ ബാറ്റ് വീശും. ഇഞ്ചോടിഞ്ച് പോരാട്ടം കണ്ട മത്സരത്തിൽ കേരളം 1 റൺസിന്റെ 1-ാം ഇന്നിംഗ്സ് ലീഡ് നേടിയിരുന്നു. പേസ് ബൗളർമാർ ആധിപത്യം പുലർത്തുന്ന പിച്ചിൽ പിടിച്ചു നിൽക്കുക ശ്രമകരമാണ് എന്നതിനാൽ മികച്ച പ്രകടനം പുറത്തെടുത്താൽ കേരളത്തിന് വിജയത്തോടെ മുന്നേറാം. ജമ്മു കാശ്മീർ രണ്ടാം ഇന്നിംഗ്സിന് 9-399 എന്ന നിലയിൽ ഡിക്ലെയർ ചെയ്യുകയായിരുന്നു. കേരളത്തിന് വേണ്ടി അക്ഷയ് ചന്ദ്രൻ 100 പന്തിൽ 32, ക്യാപ്റ്റൻ സച്ചിൻ ബേബി 59 പന്തിൽ 19 എന്നിങ്ങനെ സ്കോറുമായി ക്രീസിലുണ്ട്. രോഹൻ കുന്നുമ്മൽ 39 പന്തിൽ 36, ഷോൺ റോജർ 19 പന്തിൽ 6 എന്നിവരുടെ വിക്കറ്റുകളാണ് കേരളത്തിന് നഷ്ടമായത്. അക്ഷയ് ചന്ദ്രനും സച്ചിനും നങ്കൂരമിട്ടതോടെ 4-ാം ദിനം കൂടുതൽ വിക്കറ്റ് നഷ്ടമില്ലാതെ കേരളം അവസാനിപ്പിക്കുകയായിരുന്നു. കേരളത്തിന് വേണ്ടി ആദ്യ ഇന്നിംഗ്സിൽ 6 വിക്കറ്റ് വീഴ്ത്തിയ പേസർ MD നിതീഷ് 2-ാം ഇന്നിംഗ്സിൽ 4 പേരെ കൂടി പുറത്താക്കി വിക്കറ്റ് നേട്ടം 10 തികച്ചിട്ടുണ്ട്. ബേസിൽ N, ആദിത്യ സർവാത്തെ എന്നിവർ 2 വിക്കറ്റ് വീതവും വീഴ്ത്തി. ക്യാപ്റ്റൻ പരസ് ദോഗ്ര നേടിയ തകർപ്പൻ സെഞ്ചുറിയാണ് ജമ്മു കാശ്മീരിനെ മികച്ച 2-ാം ഇന്നിംഗ്സ് സ്കോറിൽ എത്തിച്ചത്. 232 പന്തുകൾ നേരിട്ട അദ്ദേഹം 132 റൺസ് നേടി. 13 ബൗണ്ടറികളും 2 സിക്സറുകളും പായിച്ചു. കൻഹയ്യ ബാദവാൻ 64 റൺസ് നേടി ക്യാപ്റ്റന് മികച്ച കൂട്ടൊരുക്കി. സാഹിൽ ലോത്ര 77 പന്തിൽ 59 റൺസ് നേടി. വിവ്രാന്ത് ശർമ്മ 37, നാസിർ ലോൺ 28, യുദ്വീർ സിംഗ് 27 നോട്ട് ഔട്ട്, യാവിർ ഹസൻ 16 എന്നിവരാണ് കൂടുതൽ റൺസ് നേടിയ മറ്റ് ജമ്മു കാശ്മീർ താരങ്ങൾ. കഴിഞ്ഞ ദിവസത്തെ മത്സരത്തിൽ ജമ്മു കാശ്മീരിനെതിരായ രഞ്ജി ട്രോഫി ക്വാർട്ടർ ഫൈനലിൽ 1 റൺസിന്റെ നിർണായക ലീഡാണ് കേരളം സ്വന്തമാക്കിയത്. പൂനെയിൽ നടന്ന മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത ജമ്മു കാശ്മീർ 1-ാം ഇന്നിംഗ്സിൽ 280 റൺസിന് ഓൾ ഔട്ടായി. കേരളം ആദ്യ ഇന്നിംഗ്സിൽ 281 റൺസ് നേടുകയായിരുന്നു. അവസാന വിക്കറ്റിൽ സൽമാൻ നിസാറും ബേസിൽ തമ്പിയും ചേർന്ന് നടത്തിയ ചെറുത്തുനിൽപ്പാണ് കേരളത്തെ ഈ ഒരു നിർണായകമായ ലീഡിലേക്ക് എത്തിച്ചത്. 200 റൺസിന് 9 വിക്കറ്റുകൾ നഷ്ടമായ കേരളം അവസാന വിക്കറ്റിൽ 81 റൺസാണ് നേടിയത്. സൽമാൻ നിസാറിന്റെ സെഞ്ചുറിയാണ് കേരളത്തിനെ ലീഡിലേക്ക് എത്തിച്ച പ്രധാന കാര്യം. 112 റൺസോടെ അദ്ദേഹം പുറത്താകാതെ നിന്നു. രഞ്ജിയിൽ തുടർച്ചയായ 2-ാം കളിയിലായിരുന്നു സൽമാൻ നിസാർ സെഞ്ചുറി നേടുന്നത്. നേരത്തെ ആദ്യ ഇന്നിംഗ്സിന്റെ തുടക്കത്തിൽ തന്നെ കേരളം ബാറ്റിംഗ് തകർച്ച നേരിട്ടു. 11 റൺസ് എടുക്കുന്നതിനിടെ 3 ബാറ്റർമാർ പവലിയനിലേക്ക് തിരിച്ചെത്തി. എന്നാൽ ഏകദിന ശൈലിയിൽ ബാറ്റ് വീശിയ ഓൾറൗണ്ടർ ജലക് സക്സേന കേരളത്തെ മത്സരത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരികയായിരുന്നു. 78 പന്തിൽ 6 ഫോറുകളും 3 സിക്സറുകളും അടക്കം 67 റൺസാണ് അദ്ദേഹം നേടിയത്.